ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. എനിക്ക് എന്തായാലും അതിൻ്റെ രഹസ്യം കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് അമ്മയും മുത്തശ്ശി ഒരുപാട് വിളിക്കുന്നുണ്ട്, ഒരു ഗ്ലാസ് ചായങ്ങളും കുടിച്ചിട്ട് പോകുമ്പോളി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ വേദ നിൽക്കുന്നില്ല. വിക്രമിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും തനിക്ക് ആ രഹസ്യം കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശങ്കരനാരായണനെ കഴിഞ്ഞ് പോയൊരു ദിവസത്തെക്കുറിച്ച് ഓർക്കാണ്. നമ്മുടെ ബാലൻ സാറുണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ അച്ഛൻ നമ്മുടെ ദർശൻ വക്കീലിനോട് എന്തൊക്കെയോ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. ശങ്കരനാരായണൻ എന്നെങ്കിൽ അത് കേൾക്കുന്നൊന്നുമില്ല, വണ്ടിയിലിരിക്കുകയാണ്. അതിനത് കഴിഞ്ഞ ശേഷം ദർശൻ വണ്ടിയിൽ വന്നിരിക്കുകയാണ്. അപ്പം എന്താ നല്ലോണം കരയുന്നുണ്ടായിരുന്നല്ലോ, എന്താ ബാലൻ പറഞ്ഞത്? വക്കീലായിരുന്ന കാലം തുടങ്ങിയിട്ട് ഉള്ള പരിചയമാണ്. എന്നെ വിളിച്ചിട്ട് ഒരു കേസ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ദർശൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അതാണ് ദർശനം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ കാര്യം ചോദിക്കുമ്പോൾ അയാളുടെ മോളെ ഒരാൾ ആക്രമിച്ചു. അത് വരുണാണ് ആക്രമിച്ചത്, വാസവി MLA മകൻ. പിന്നെ കൈ രണ്ടും കമ്പിപ്പാര കൊണ്ട് തല്ലി ഒടിച്ച്, കാലും ഒടിച്ചു. മാത്രമല്ല ആ പെൺകുട്ടീനെ അവരെല്ലാം കൂടി പിച്ച് ചീന്തി കൊല്ലാറാക്കി. അതിനാണ് വിക്രം അവനെ ഈ രീതിയിലാക്കിയെടുത്തത്. വിക്രമിനെ ജാമ്യത്തിലിറക്കണം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ എൻ്റെ കാല് പിടിച്ചത്. എന്തായാലും വിക്രം ചെയ്തത് ശരിയാണെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ഈ ഒരു കേസ് ഏറ്റെടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശങ്കരനാരായണൻ അതിന് സമ്മതിക്കുകയാണ് കേട്ടോ. വിക്രത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ജാമ്യത്തിലിറക്കണം, വിക്രം ചെയ്തത് തന്നെയാണ് ശരിയെന്നൊക്കെ ദർശൻ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം തന്നെയാണ് ശങ്കരനാരായണൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദർശൻ വക്കീൽ ആ ഒരു കേസ് ഏറ്റെടുത്തത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിശ്വനാണ് കേട്ടോ. വിശ്വൻ ഇങ്ങനെ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആരും കാണുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അച്ഛാ അവർ കോടതിയിലൊന്നും വന്നില്ലേ? ഇല്ല, വന്നിട്ടില്ല. നീ ഇപ്പോൾ കുറേ ദിവസമായിട്ട് നേരത്തെ വരുന്നുണ്ടല്ലോ, എന്താ നേരത്തെ വരുന്നത്? ഈ ജോലി വേണ്ടാന്ന് വെച്ചോ? ഇല്ല അച്ഛാ, വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് നേരത്തെ പോരാം. അല്ല, കോടതിയിലത്തെ വിധിയുടെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണേ. എന്താ അറിയാൻ? അതറിഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും വേദന മൊഴി അത്രയും സ്ട്രോങ് ആണല്ലോ, അപ്പോൾ ജാമ്യം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുകയാണേ. എന്നാലും അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ ആ കാര്യത്തിൽ എനിക്കും വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് വണ്ടിയിൽ വെച്ച് കേൾക്കാണ് കേട്ടോ. അപ്പോൾ വിശ്വനും നമ്മുടെ അച്ഛനും കൂടിയിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുമ്പോഴേക്കും പിന്നെ വിശ്വന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. വിശ്വന് ഓടി ചെന്നിട്ട് ജാമ്യം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ ഓടി വന്നിട്ട് മാഷോട് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ മാഷേ, എൻ്റെ മോന് ജാമ്യം കിട്ടുന്നു, എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നന്ദിനി പറയുന്നുണ്ടോ, ആ ദർശൻ വക്കീലിൻ്റെ ഒരു പെർഫോമൻസ് കാണാമായിരുന്നു, 2 ദിവസമായിട്ട് വേദനയിട്ട് വെള്ളം കുടിക്കുകയാണ്. അപ്പോഴേക്കും വന്നിട്ട് നമ്മുടെ വിക്രമിനോട് പറയാണ്, എനിവേ കൺഗ്രാജുലേഷൻ, നിനക്ക് എന്തായാലും ജാമ്യം കിട്ടിയല്ലോ. അപ്പോൾ വീണ്ടും കമലാമ്മ പറയുകയാണ്, എൻ്റെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോഴേക്കും വിക്രം പറയണം, അമ്മനോട് ആര് പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്? ഞാനത് ചെയ്തത് തന്നെയാണ്. ഞാൻ അവനെ ഈ രൂപത്തിലാക്കിയത് ഞാൻ ചെയ്തത് തന്നെയാണ്. ആ കാര്യത്തിൽ ഞാനൊരു ഇതും പറയുന്നില്ല. ഞാൻ ചെയ്ത കാര്യം തന്നെയാണ് വേദ കണ്ടു എന്ന് പറഞ്ഞതും, വേദ കണ്ടതും വേദ കോടതിയിൽ മൊഴി നൽകിയതും ഒക്കെ സത്യം തന്നെയാണ്. ഞാനാണ് അവൻ അങ്ങനെ ആക്കിയെടുത്തത്. ഞാൻ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ട്, അല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ജഡ്ജി എന്താണ് വിധിക്കുന്നത് അത് ഏറ്റുവാങ്ങാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നത്. പിന്നെ രക്ഷിക്കാനായിട്ട് ഓരോരുത്തരും ഇങ്ങനെ പുറപ്പെട്ടപ്പോൾ ഞാനും ഒഴുകിന്നേ ഉള്ളൂ, അല്ലാതെ ഞാനത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് പറയുന്നുണ്ട്, എന്തായാലും കേസൊന്നും അവസാനിച്ചിട്ടില്ലല്ലോ. ഇവിടെ ചില ആൾക്കാർ വിചാരിക്കുന്നത് പോലെ ഒരു ജീവപര്യന്തം കിട്ടാനുള്ള വകുപ്പ് ഇനിയുമുണ്ട്, ആ ചെക്കൻ മരിക്കുകയാണെങ്കിൽ എന്ന് നമ്മുടെ മാഷ നോക്കിയിട്ട് വിക്രം പറയാണ് കേട്ടോ. അപ്പോൾ കമലാമ്മനോട് വിക്രം അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ കമലാമ്മനോട് മാഷ് പറയാണ്, മറ്റൊരു ജീവൻ കളഞ്ഞിട്ടായാലും സ്വന്തം മകൻ്റെ ജീവൻ രക്ഷിച്ചാൽ മതി എന്നാണല്ലേ നിനക്ക് എന്ന് പറയും. അപ്പോൾ കമലാമ്മ പറഞ്ഞു, എനിക്ക് മറ്റുള്ളവരുടെ കാര്യമൊന്നും അറിയില്ല, ഞാൻ എൻ്റെ മക്കളുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ആ കാര്യത്തിൽ മാഷെ പോലെ ചിന്തിക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. എൻ്റെ മക്കൾക്ക് നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അത് മാത്രം ചിന്തിക്കാൻ ഇപ്പോൾ തൽക്കാലം എനിക്ക് കഴിയുള്ളൂ എന്ന് കമലാമ്മ നമ്മുടെ മാഷോട് പറയുകയാണേ. അങ്ങനെ മാഷല്ല കമലാമ്മ അകത്തേക്ക് കയറി പോകും. മാഷ് ശ്രീജനോട് ചോദിക്കുന്നു, വേദ എവിടെ? ശ്രീജയെ വേദന കണ്ടില്ലല്ലോ ഇത്രയും നേരമായിട്ട്. കോടതിയിൽ ഉണ്ടായിരുന്നു വെച്ചാൽ, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ചോദിച്ചില്ലേ വരുന്നില്ലേന്ന്? ഇല്ല, ഞാൻ വിക്രത്തിനെ കൊണ്ടുവരുന്ന തിരക്കിൽ ഞാനത് വിട്ടുപോയി അച്ഛാ എന്ന് പറയട്ടോ. വേദ വീട്ടിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. വേദയും ജീനയും കൂടിയിട്ട് ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ജീന ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിൽ? പ്രശ്നമൊന്നുമില്ല ജീനെ എന്ന് പറയും. അപ്പോഴേക്കും വേദ പോകുന്നത് ഒരു ഗുണ്ട കാണാൻ കേട്ടോ. അങ്ങനെ അഭിലാഷിനെ വിളിച്ച് പറയുകയാണേ, വേദ ഇങ്ങനെ ഈ ഒരു വണ്ടിയിൽ പോകുന്നുണ്ടെന്ന്. അപ്പോൾ അഭിലാഷാണെന്നതിന് കൂടെ ഉള്ളവർ പറയുകയാണ്, ഞാൻ വണ്ടി ഒതുക്കിടാം, നിങ്ങൾ എങ്ങനെയായാലും അവളെ ചാക്കിലാക്കി അകത്തേക്ക് ആക്കുമെന്ന് പറയും. അങ്ങനെ ഓട്ടോറിക്ഷയിലേക്ക് കുറച്ച് ഗുണ്ടകൾ കയറി വരികയാണ് കേട്ടോ. വേദ കുറേ തടയാൻ ശ്രമിച്ചെങ്കിൽ കൂടിയിട്ട്
വേദന ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാണ്. ജീനിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പിന്നിൽ കൂടെ ഓടുന്നുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വേദന അവർ തട്ടിക്കൊണ്ട് പോകുക തന്നെ ചെയ്തു. പിന്നീട് കാണിക്കുന്നത് ശ്രീജ വേദന ഡ്രസ്സൊക്കെ എടുത്ത് ബാക്ക് ചെയ്യാണ് കേട്ടോ ബാഗിൽ. അപ്പോൾ ശ്രീജ അല്ല, നമ്മുടെ നന്ദിനി. ശ്രീജ വന്നിട്ട് നന്ദിനി അവിടെ വെക്കാനല്ലേ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കമലാമ്മനെയാണ് കാണിക്കുന്നത്. കമലാമ്മ വിക്രം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. വാ ഇവിടെ ഇരിക്കുന്നു പറയും കേട്ടോ. മാഷ് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കാൻ പോവുകയാണ് അമ്മേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ തേപ്പിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ വിക്രത്തിനെ. മാഷിങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ വിക്രത്തിൻ്റെ തലയിൽ എണ്ണ ഇട്ട് കൊടുക്കുമ്പോൾ വിക്രത്തിനോട് പറയുന്നുണ്ട് കമലാമ്മ, നീ ഒന്നിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കൂല, എല്ലാം നല്ല രീതിയിൽ നടക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ബാഗ് വന്നിട്ട് പുറത്തേക്ക് വീഴാണേ. നന്ദിനി അകത്തു നിന്ന് പുറത്തേക്ക് ആ ബാഗ് എടുത്തെറിയാനിട്ട് എന്താ നന്ദിനി എടുത്തി എന്ന് ചോദിക്കാണ് കേട്ടോ വിക്രം. അപ്പോൾ പറയുന്നുണ്ട്, അതെ ഇത് വേദന ബാഗാ, അവൾ ഇനി വീട്ടിൽ വേണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മാഷിങ്ങനെ നന്ദിനി നോക്കുകയാണ്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇഷ്ടമില്ല ഇനി വേദ ഈ വീട്ടിൽ നിൽക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കമലാമ്മ ചോദിക്കുക, എന്താണ് നന്ദിനി ഇതൊക്കെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അച്ഛനോട് വീണ്ടും പറയാൻ കേട്ടോ, അതെ അവളുടെ ബാഗാണിത്, അവൾ ഇനി വീട്ടിൽ വേണ്ട, അവൾ പുറത്തിറങ്ങിക്കോട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ മാഷ് പറയും, ആഹാ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്ദിനിയാണോ തീരുമാനിക്കുന്നത്? ഇത്രയൊന്നും കാലം ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിച്ചത് കമലയാണല്ലോ. കമല ആ അധികാരം നന്ദിനിക്ക് കൈമാറി കൊടുത്തോ എന്ന് ചോദിക്കാൻ കേട്ടോ കമലാമ്മനോട്. അപ്പോൾ കമലാമ്മ പറയും, അല്ല ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ആലോചിച്ചിട്ടാണോ തീരുമാനിക്കുന്നത് എന്ന് പറയട്ടോ. ആണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചതാണോ വേദന ഇവിടുന്ന് പുറത്താക്കാൻ എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ കമലാമ്മ ഒന്നും മിണ്ടാതെ നന്ദിനിനെ നോക്കണം. അല്ല അത് പിന്നെ എനിക്ക് ഉത്തരം മാത്രം കിട്ടിയാൽ മതി, നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടാണോ വേദന ഇവിടുന്ന് പുറത്താക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീജ പറയും, ഇല്ല ഞാനങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ വിശ്വനും പറയും, ഞാനും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ നന്ദിനി പറയും, അല്ല അച്ഛാ, നമ്മുടെ വീടിന് വേണ്ടിയിട്ട് മോശം ചെയ്തത് ഒരാളെ ഈ വീട്ടിൽ എങ്ങനെ കെടുത്തി പൊറപ്പിക്കുന്നത്, അവൾക്കും നമുക്കും അത് നാണക്കേടല്ലേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇവരൊക്കെ ഇവിടെ വേദന നിർത്താൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല എന്ന് വിക്രം പറയും കേട്ടോ. അപ്പോൾ മാഷ് പറഞ്ഞു, ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട, കാരണം ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയ ആൾ നീയാണ്, നീ ഒറ്റ ഒരുത്തനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് മാഷ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മൂത്തവരാണെന്നാണ് കരുതിയിരുന്നത്, എന്തായാലും ആ അധികാരം നന്ദിനിക്ക് കിട്ടിയത് ഞാൻ അറിഞ്ഞില്ല. എന്താണ് കമലെ, നീയും ഇങ്ങനെയൊക്കെയാണോ തീരുമാനിക്കുന്നത്? വേദ ഈ വീട്ടിൽ നിന്ന് പോകട്ടെ എന്നാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അച്ഛാ അവൾ ഇനി ഈ വീട്ടിൽ നിൽക്കുന്നത് ആപത്താണ്, നമ്മുടെ വിക്രമിനെ അവൾ വീണ്ടും ആപത്തിൽ കൊണ്ട് ചാടിക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ തെറ്റ് ചെയ്തില്ലേ, അവൾ ഇനി പുറത്ത് മതി എന്ന് പറയും. തെറ്റ് ചെയ്തവരൊക്കെ ഞാൻ പുറത്താക്കുന്നതായിട്ട് നന്ദിനി കണ്ടിട്ടുണ്ടോ? ഇവിടെ വിക്രം എന്തൊക്കെ തെറ്റ് ചെയ്തു, എന്നിട്ട് ഞാൻ അവനെ എപ്പോഴെങ്കിലും പുറത്താക്കിയിട്ടുണ്ടോ? വീടിന് പുറത്താക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ പറയുന്നല്ലാതെ വിശ്വ, നീ പണിക്ക് പോയി കാശ് കൊണ്ടുവരാണ്ട് നിന്നെ ഞാൻ പുറത്താക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിശ്വം പറയും, ഇല്ല അച്ഛാ, പിന്നെന്താ ഇപ്പം മാത്രം ഇങ്ങനൊരു തീരുമാനം, അത് നിൻ്റെ മാത്രം അഭിപ്രായത്തിൽ ചെയ്തതാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതോ കമലാമ്മയും കൂടി ഉണ്ടോ എന്നുള്ള രീതിയിൽ കമലാമ്മ നോക്കണം കേട്ടോ. അപ്പോൾ നന്ദിനി പറയും, ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചാണ്. ആഹാ, നീ ഒറ്റയ്ക്കാണോ കാര്യങ്ങളൊക്കെ ഇവിടെ തീരുമാനിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. എന്താ കമലെ, നീയും ഇതിൽ പങ്കു ചേർന്നിട്ടുണ്ടോ? നിനക്കും വേദ ഈ വീട്ടിൽ നിന്ന് പോകണം എന്നാണോ അഭിപ്രായം എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ. വേദന കൈപിടിച്ച് കൊണ്ടുവന്നതും, വേദനയായി സ്നേഹിക്കുന്നു, വേദന കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു, വേദനയായിട്ട് അമ്പലത്തിൽ പോകുന്നതും, വേദ കാല് കൊഴിഞ്ഞു കൊടുക്കുന്നതും, അങ്ങനെ വേദനയായിട്ടുള്ള കുറേ സ്നേഹനിമിഷങ്ങൾ കമലാമ്മ ആലോചിക്കുമ്പോൾ വേദനയോടുള്ള ഒരു സ്നേഹം വീണ്ടും വരികയാണ് കേട്ടോ. അപ്പോൾ കണ്ണൊക്കെ തുടച്ചിട്ട് കമലാമ്മ ശ്രീജനോട് പറയും, ശ്രീജെ ആ ബാഗ് എടുത്തുകൊണ്ട് പോയിട്ട് അകത്ത് വെക്കിയെന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ മാഷുക്കും ശ്രീജയ്ക്കും വിശ്വനൊക്കെ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. നന്ദിനാണെന്നില്ല ആകെ നാണം കെടും. അപ്പോൾ ശ്രീജ ആ ബാഗ് എടുക്കാൻ പോകുമ്പോൾ നന്ദിനി പറഞ്ഞു, വേണ്ട ഞാൻ തന്നെ എടുത്തോളാം, ഞാനല്ലേ ആ ബാഗ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ആൾ, അതിന് നീ വേറൊരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദിനി ആ ബാഗ് എടുത്ത് അകത്തേക്ക് കൊണ്ടുപോട്ടെ, മാറിക്കിടകട് എന്ന് വിക്രത്തിനോട് പറഞ്ഞിട്ട് ആ ബാഗ് അകത്തെടുത്ത് കൊണ്ടുവയ്ക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ഒരു വീട്ടിലിങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദന ഇങ്ങനെ ചോദിക്കും, നിങ്ങളൊക്കെ ആര് പറഞ്ഞിട്ടാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത്, എന്താ കിഡ്നാപ്പാണോ, എന്നെ അഴിച്ചു വിടും എന്നൊക്കെ പറഞ്ഞിട്ട് വേദന ഇങ്ങനെ സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.